കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ചലനം മെന്റർഷിപ്പ് ക്യാമ്പയിനിന് പൊന്നാനി നഗരസഭയിൽ തുടക്കമായി. പി നന്ദകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ അശരണരും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളും സാമൂഹ്യമായ അടിച്ചമർത്തലിന് വിധേയമായവരും അവരുടെ ജീവിതം സുസ്ഥിരമാകുമ്പോഴാണ് ഒരു സാമൂഹ്യമായ പുരോഗതി ഉണ്ടാവുന്നത്. ചരിത്രപരമായ കാരണങ്ങളാൽ നമ്മുടെ രാജ്യത്തുള്ള സാമൂഹ്യ ഘടനയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീകൾ നാനാവിധമായ ചൂഷണത്തിന് വിധേയമാകുന്നവരാണ്. ആ സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ പൊതുവായ ഉന്നമനമാണ്. ആ സ്ത്രീകളുടെ ഉന്നമനം പ്രായോഗികമാവണമെങ്കിൽ അവർക്ക് സ്വയമായ വരുമാനമുണ്ടാകണം. അവരെ സ്ത്രീ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള വരുമാനം ഉണ്ടാക്കുന്നതിൽ അവർക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരത്തിലാണ് സംബന്ധിച്ചിടത്തോളം. സമ്പത്തിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള അവർക്ക് അധികാരത്തെ സംബന്ധിച്ചിടത്തോളമാണ്. നമുക്ക് സ്വന്തമായ വരുമാനമുണ്ടെങ്കിൽ ന്യായമായ രൂപത്തിൽ കുടുംബത്തിന് ചെലവാക്കലും അതോടൊപ്പം തന്നെ തനിക്ക് അത് വിനിയോഗിക്കാനുള്ള അധികാരം കൂടി ഉണ്ടാവും. അത്തരം ഒരു വലിയ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിനൊക്കെ രൂപം നൽകാനുള്ള കാരണം. സുസ്ഥിര വികസന പദ്ധതികളും സ്വയം പര്യാപ്തമായ ഇടപെടലുകളും പ്രോത്സാഹിപ്പിക്കുകയും ഒരു മികവിന്റെ കേന്ദ്രം എന്ന നിലയിൽ നഗരസഭ CDSനെ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ചലനം ക്യാമ്പയിൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ജില്ലാ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ CDS 1ന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാം തുടർ പ്രവർത്തനങ്ങൾ മെന്റർ ഗ്രൂപ്പ് അംഗം ജയൻ പൂക്കാട് അവതരിപ്പിച്ചു. സശക്ത് പഞ്ചായത്ത് നേത്രി അഭിയാൻ അവാർഡ് ജേതാവും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപൂർണമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തുവരുന്ന പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധുവിനെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല, കൗൺസിലർമാരായ ബാബു, ശാലി പ്രദീപ്, സുധ, നസീമ, റീന, BV, NULM സിറ്റി മിഷൻ മാനേജർ PK സുനിൽ, മെമ്പർ സെക്രട്ടറി റഫീഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കൂടാതെ അരങ്ങ് കലോത്സവ വിജയികൾക്ക് ഉപഹാര സമർപ്പണവും നടന്നു. CDS ചെയർപേഴ്സൺ ധന്യ സ്വാഗതവും ഉപജീവന ഉപസമിതി കൺവീനർ മിനി നന്ദിയും പറഞ്ഞു. PGTV ന്യൂസ് പൊന്നാനി. ആഘോഷങ്ങൾ വരവായി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ തിരൂർ.